ആ മൈക്ക് സെറ്റ് എല്ലാവരും ഞാൻ നോക്കിക്കോളാം. ഞാൻ കൂടി ചെല്ലേ. ലിസ്റ്റിലുള്ള ആൾക്കാരെ മാത്രം സ്റ്റേജ് ചെയ്താൽ മതി. ബാക്കിയുള്ളവരെ നമുക്ക് VIP വന്നു തുടങ്ങി. നീ കൂടെ ചെന്ന്. നമസ്കാരം സാർ. മണ്ണ് തടയിലേക്ക് തടസ്സം കൂടാതെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? സാറിന് അവിടെ ഇരുന്നു. നമസ്കാരം മാഡം. എല്ലാരും ഉണ്ടല്ലോ. മക്കൾക്ക് മാമനെ മനസ്സിലായി. മനസ്സിലായി. മാഡം ഇവിടെ ഇരിക്കും. അവർക്ക് കുടിക്കാൻ നമ്മുടെ ആള് വന്നല്ലോ. സഖാവ് കൃത്യസമയത്ത് തന്നെയാണല്ലോ. കൃത്യനിഷ്ഠ എനിക്ക് വളരെ നിർബന്ധമുള്ള കാര്യം. എനിക്ക് സഖാവ് ചെന്നിരുന്നാട്ടെ. താങ്ക് യു. ആ സീറ്റിൽ ഞാനിരുന്നോളാം. വേണ്ട, ഇലക്ഷൻ കഴിഞ്ഞിട്ടും തീർന്നില്ലട നിന്റെ ആക്രാന്തം. നമസ്കാരം സാർ. ഏയ് വളരെ കറക്റ്റാണ്. മന്ത്രി എത്തുന്നേ ഉള്ളൂ. ഇതെന്റെ സാർ ചെല്ലു മുമ്പോട്ടിരിക്കും. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനീ നാട്ടിൽ തേടി നടക്കും. പ്രസിഡന്റ് എങ്ങാനും വരാതിരിക്കുമെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ സമാധാനായി. എന്തായി പറയുന്നത്? എന്റെ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോ ഞാൻ വന്നില്ലെങ്കിൽ എന്റെ മോശം എനിക്കല്ലേ? എല്ലാവരും സെക്രട്ടറി. സാറ് പഴയതൊന്നും മനസ്സിൽ വെക്കരുത്. ഇനി അങ്ങോട്ട് ഒന്നിച്ച് നിൽക്കണം അല്ലേ പ്രസിഡന്റ്? അയ്യോ, പ്രസിഡന്റ് ഇവിടെ ഇരിക്കാനോ? നോ നോ നോ. പ്രസിഡന്റിനെ കൊണ്ട് വേദിയിലിരുത്ത്. സാർ അവിടെ പോണോ? അവിടെ ഇരിക്കും. വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ടേ. നീ എന്താ യൂണിഫോമില്? മിനിസ്റ്റർ വരുന്നോണ്ട് സ്പെഷ്യൽ ഡ്യൂട്ടിയാ. മിനിസ്റ്റർ കവല പാസ് ചെയ്ത് കഴിഞ്ഞു. നീ വേഗം കൊണ്ട് വന്നേ. നമസ്കാരം സാർ. സോളാറും തട്ടി ഈ മന്ത്രിസഭ വീഴുമോ? സോളാറെന്താ തട്ടി വീഴാൻ സർവേക്കല്ലോ. വേറെന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാനും ഇപ്പോഴും ഈ സോളാർ തന്നെ പൊക്കി പിടിച്ചോണ്ട് നടക്കുക. മക്കളുടെ രാഷ്ട്രീയത്തെ കുറിച്ച് അത് ശരി. സ്വന്തം മക്കളുടെ ഭാവിയെ കുറിച്ച് ആശങ്കയില്ലാത്ത മാതാപിതാക്കൾ ഉണ്ടാവോ? സിനിമാ താരങ്ങള് അവരുടെ മക്കളെ സിനിമയിൽ കൊണ്ടുവരുന്നില്ലേ? അപ്പൊ പിന്നെ രാഷ്ട്രീയത്തിൽ മാത്രം പറ്റില്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായ? ഇനി നിങ്ങളുടെ മക്കള് ഭാവിയിൽ തെണ്ടി നടക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കോ? അപ്പൊ അത് തന്നെ എന്റെ കാര്യം. വരൂ സാർ. For more updates, like, comment, subscribe to our channel. Hey darlings, గంటని click చేయడం మర్చిపోకండి.